നല്ല നല്ല അടിപൊളി പടമാണ്, നല്ല അടിപൊളി പടം. ഈ ഒരു പടം ശരിക്കും പറഞ്ഞാൽ കാണാതിരിക്കരുത്. അതായത് ഈ ഒരു പടം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ്, അതായത് ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ റെക്കോർഡ് വെട്ടിക്കുക അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. ഒരു കൂൾ പടം, അതായത് നമുക്ക് തിയേറ്ററിൽ പോയി ആ ഒരു അത് ഞാൻ ട്രെയിലറിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേരത്തുള്ള ആ ഫീലൊക്കെ ശരിക്കും പറഞ്ഞില്ലേ നമുക്ക് കിട്ടും. നമുക്കൊരു കുളിര് തോന്നിക്കുക സത്യം പറഞ്ഞാൽ. പിന്നെ കാർത്തിയുടെ അഭിനയം, പിന്നെ പൊളിറ്റിക്സ് ഇത്തിരി കുറച്ചൊക്കെ പറയേണ്ടതിനകത്ത് നല്ല പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടമാണ് കേട്ടോ. അതായത് അരവിന്ദ് സ്വാമി, അതായത് നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അതായത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഫീൽ ഗുഡ് മൂവി എന്ന് പറയുമ്പോൾ അറിയാം ചിലപ്പോൾ വല്ല ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഫാമിലി ഇതൊരു തമിഴിലൊരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട് ശരിക്കും പറയാം. എന്താ പറയുക, നല്ലൊരു പടമാണ്, വേറൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആസ്വദിച്ചിരുന്നുണ്ട്. അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമുക്ക് തന്നെ ഒരു കൂൾ, അതായത് ഇന്നലെ എൻ്റെ ദേവരയുടെ ഫീൽ പോലെയല്ലോ. ദേവര കണ്ടപ്പോഴുള്ള ഫീൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ദേവര പോയി കണ്ടത്. അത് കാണണമെന്നുണ്ടായില്ല, പിന്നെ റിവ്യൂ ഇടുണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ഇന്ന് തിയേറ്ററിൽ പോയി, ഇപ്പോൾ തിയേറ്ററിൽ കണ്ടിന് OTT, ഇപ്പോൾ തിയേറ്ററിൽ കാണാതെ OTT കണ്ടാൽ മതി നിങ്ങൾക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ OTT കണ്ടാൽ ചിലപ്പോൾ ചിലർക്ക് ബോറടിക്കും. കാരണം നമുക്ക് ഫോൺ നോക്കണം ഇടയ്ക്ക്, അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. തിയേറ്ററിൽ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കാണുമ്പോൾ നമുക്ക് നമ്മളാ സ്റ്റോറി മൊത്തം കാണും. ഇത് പതുക്കെ പോകുന്നുള്ളെങ്കിലും നല്ല രസമാണ്. ഭയങ്കര സ്ലോ ഒന്നുമില്ല കേട്ടോ. അത് ഇപ്പോഴത്തെ സിനിമ പോലെ പടപടാന്നല്ല പോണേ, നല്ല പടം. അപ്പോൾ തിയേറ്ററിൽ ചിലവർ പോയി കാണാൻ ചാൻസ് കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷേ നല്ല പടമാണ്. അതായത് കണ്ടവരൊക്കെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അതായത് ഇത് കാണാൻ പറഞ്ഞവരാണ് ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്നുണ്ടാവുക. ട്രെയിലർ ഞാൻ റിയാക്ഷൻ ചെയ്യാൻ ഇടാൻ, പിന്നെ ഞാൻ ചെയ്ത് വെച്ചു പക്ഷേ ഇട്ടില്ല എന്നുള്ളൂ, മറന്നുപോയി. അപ്പോൾ നല്ലൊരു പടം. അതുപോലെ കാർത്തിക് ഇങ്ങനത്തെ റോളൊക്കെ ഇല്ലേ പുള്ളി കൂളായിട്ട് ചെയ്യും. അരവിന്ദ് സ്വാമി അതുപോലെയാണ്. അരവിന്ദ് സ്വാമിന് ആ ക്യാരക്ടർ പറ്റിയ ആൾ, അതുപോലെ രണ്ടുപേരും പറ്റിയ ആളാണ്. ഇതൊന്നൊരു ക്യാരക്ടർ മാറ്റുകയാണെന്നില്ല ശരിക്കും പറഞ്ഞത്. രണ്ടും ആ ഒരു നമുക്ക് ആ ഒരു ക്യാരക്ടർ ഫീൽ, നമുക്ക് ആ ക്യാരക്ടറായിട്ടുള്ള കിടിലം പടം, സൂപ്പർ.